ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ബഷീർ ക്വിസ്. ബഷീറിന്റെ കഥാപാത്രങ്ങൾ, കൃതികൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള പ്രശ്നോത്തരി. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ. സ്വാഗതം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്. ബഷീറിന്റെ തലയോലപ്പറമ്പിലെ വീടും വീട്ടുകാരും കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏതാണ്? പാത്തുമ്മായുടെ ആട്. പാത്തുമ്മായുടെ ആട്. സൈനബ, ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്തപ്പ എന്നിവർ കഥാപാത്രങ്ങളായ ബഷീർ കൃതി മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മുച്ചീട്ടുകളിയിൽ രാജാവായ ബഷീർ കഥാപാത്രം ആര്? ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകളുടെ പേര് എന്താണ്? സൈനബ. സൈനബ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏതു കൃതിയിലാണ്? സ്ഥലത്തെ പ്രധാന ദിവ്യൻ. മജീദ്, സുഹറ എന്നിവർ ഏതു കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാല സഖി. മരിക്കാറായപ്പോൾ കുടിക്കാൻ ലഭിച്ചതിൽ നിന്നും തൈമാവിന് വെള്ളമൊഴിച്ച വൃദ്ധനെ കുറിച്ചു പറയുന്നത് ബഷീറിന്റെ ഏതു കഥയിലാണ്? തേന്മാവ്. തേന്മാവ്. സരസ്വതി ദേവി കഥാനായികയായ കഥയുടെ പേരെന്താണ്? അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏതു കൃതിയിലാണ്? ബാല്യകാല സഖി. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്ന ചോദ്യത്തിന് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് ഉത്തരം പറഞ്ഞത് ആരാണ്? മജീദ്. മജീദ്. ൻ്റുപ്പുപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം? കുഞ്ഞു പാത്തുമ്മ. സാറാമ്മ, കേശവൻ നായർ എന്നിവർ കഥാപാത്രങ്ങളായ ഗ്രന്ഥത്തിൻ്റെ പേര്? പ്രേമലേഖനം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനായി ആകാശമിഠായി എന്ന പേര് തിരഞ്ഞെടുക്കുന്ന സംഭവം ഏത് കൃതിയിലാണ് ഉള്ളത്? പ്രേമലേഖനം എന്ന കൃതിയിൽ. ബഷീറിന്റെ ഉമ്മ പ്രധാന കഥാപാത്രമായി ബഷീർ എഴുതിയ കഥ? അമ്മ. പോക്കറ്റടി തൊഴിലാക്കിയ ബഷീർ കഥാപാത്രത്തിൻ്റെ പേര്? മണ്ടൻ മുത്തപ്പ. ബഷീർ വീഡിയോകൾ നിരവധി കാണാൻ ഉണ്ണീസ് വിജയപാത. ആനകളിൽ കൊച്ചു നീലാണ്ടനെ വെറുക്കുകയും പാറുക്കുട്ടിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കഥാപാത്രം ഏതാണ്? ആനവാരി രാമൻ നായർ. ആനവാരിയും പൊൻകുരിശും ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് ഏത് ആനയെയാണ്? കൊച്ചു നീലാണ്ടനെ. മതിലുകൾ എന്ന കൃതിയിലെ ഒരേയൊരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? നാരായണി. മാന്ത്രികപ്പൂച്ച എന്ന കഥയിലെ കഥാപാത്രമായ പൂച്ചയുടെ പേര്? കൈസുക്കുട്ടി. കർത്താവിന് എന്തിനാണച്ചോ പൊന്നിൻ കുരിശ് എന്ന് ചോദിച്ച കഥാപാത്രം ഏത്? പൊൻകുരിശ് തോമ. ബഷീറിന്റെ മകളായ ഷാഹിനയുടെ പേരുള്ള കഥാപാത്രം ഏതു കൃതിയിലാണുള്ളത്? മാന്ത്രികപ്പൂച്ച. പാപ്പച്ചൻ, താര എന്നിവർ കഥാപാത്രങ്ങളായ ബഷീർ കൃതി ഏത്? താര സ്പെഷ്യൽസ്. പള്ളിക്കൂടത്തിൽ വാദ്യാർ മണ്ടശിരോമണി എന്ന് വിളിച്ചത് ആരെയാണ്? മജീദ്.
സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിൽ ദിവ്യനായി വിശേഷിപ്പിക്കുന്നത് ഏതു കഥാപാത്രത്തെയാണ്? കണ്ടംപറയൻ. പോക്കറ്റടിക്കപ്പെട്ട കഥാനായകനെ ഹോട്ടൽ മുതലാളിയിൽ നിന്നും രക്ഷിക്കുന്ന ദയാലുവായ പോക്കറ്റടിക്കാരനെ പറ്റി പറയുന്ന കഥയേത്? ഒരു മനുഷ്യൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.